ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗീക്സ്. നമ്മളിന്ന് ഗ്ലൗസും സിമെൻറ്റും വെച്ചൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ കുറച്ച് സിമെൻറ്റ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുക്കാം. പിന്നെ നമുക്ക് പൂഴി, നിങ്ങൾക്ക് വേണമെങ്കിൽ പൂഴിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കും. വെള്ളവും ചേർത്തിട്ട് നല്ല ലൂസാകുന്നത് പോലെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സാക്കണം ആദ്യം തന്നെ. ഞാൻ ഇവിടെ 2 ഗ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറും 10 രൂപേൻ്റെ ഗ്ലൗസാണിത്. നമുക്ക് അതിലേക്ക് ഇനി മിക്സാക്കി വെച്ച സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കണം. ഈ ഗ്ലൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പകുതിക്ക് കുറച്ചായിട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഉള്ളോട്ട് ശരിക്കും ആവാണ്ട് എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് ഓരോ വിരലിൻ്റെ ഉള്ളിലേക്കും നമ്മൾ ആക്കാൻ ശ്രമിക്കണം. ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കണം. ഓരോ വിരലിൻ്റെ ഉള്ളിലും കൈകൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഫില്ലാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. 2 ഗ്ലൗസിലും സിമെൻറ്റ് നിറച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രമിക്കണം. കാരണം എയർ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേർ നമ്മൾ റബ്ബർ ബാൻഡ് കുടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് വെക്കണം ഇത് 2 എണ്ണത്തിനെ. നിങ്ങൾക്കിത് കുഞ്ഞി പാത്രം എടുത്താലും മതിയാവും. ചെറിയ പാത്രം എടുത്താൽ ഇങ്ങനെ കുറച്ച് മടങ്ങിയിരിക്കായി നല്ല മടങ്ങി പിടിച്ച പോലെ ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടെ വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് മൊത്തം കീറുക ആദ്യം ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് അവിടെ രണ്ടും ജോയിൻ്റ് ആക്കാൻ നോക്കുന്നത്. ഇനി ഈ കല്ലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. കല്ലല്ലെങ്കിൽ ഒരു പാത്രം എടുത്താലും മതിയാവും. കാരണം നടുക്കൊരു കുഴി പോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ഏകദേശം ഞാൻ 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം. ഇനി ഈ ഗ്ലൗസ് നമുക്ക് കളയാം. കളയുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല വിരൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ശ്രദ്ധിച്ച് കളയണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചും പെയിൻറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീട്ടിലേതെങ്കിലും ഒരു ചെടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ തന്നെ ഉള്ളത് ചെറിയൊരു ചെടിയായത്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ആക്കി വെച്ച് കൊടുക്കാം. ഗ്ലൗസും സിമെൻറ്റും കൊണ്ട് നമ്മളൊരു ചെറിയൊരു ചട്ടി പോലത്തെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സിമെൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ, ഗ്ലൗസും സിമെൻറ്റും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിലായി കിട്ടുന്നൊരു സംഭവമാണിത്. നിങ്ങൾക്കിത് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാനും പുറത്ത് വെക്കാനും ഒക്കെ ഉപയോഗപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.